അഴകേ നിൻ കൂടെ. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. അത് സർഫസ് കെമിസ്ട്രി എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് അങ്ങനെ ഒരു പരിചയമുള്ള കാര്യങ്ങളല്ല, നമ്മളിവിടെ പറയുന്നതെല്ലാം പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ നമുക്ക് യാതൊരു ഐഡിയമുള്ള കാര്യങ്ങളല്ല, ഈ ചാപ്റ്ററിലെ പുതുതായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ പഠിക്കാനുള്ള പോയിന്റ് ഇതാണ്, അഡ്സോർപ്ഷൻ. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളാം, ADSORPTION. അഡ്സോർപ്ഷൻ എന്ന് പറയും. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദ പ്രസൻസ് ഓഫ് എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഓൺ ദ സർഫസ് റാദർ ദാൻ ദ ഇന്റീരിയർ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപേ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് പക്ഷേ പരിചയമുള്ള വേറൊരു ടൈമാണ് അബ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇനി പറയുന്ന എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു ചോക്ക് എടുത്തിട്ട്, ഇതൊരു ചോക്ക് പീസാണ് കരുതുക. ഈ ചോക്ക് പീസ് എടുത്ത് നമ്മൾ മഷിക്കകത്ത് നോക്കിയിടുക. മഷിക്കകത്ത് നോക്കിയിട്ടിട്ട് ഈ ചോക്ക് പീസ് തിരികെ എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ ചോക്ക് പീസിൻ്റെ ഇവിടെയെല്ലാം മഷി, ഇപ്പം നീല മഷിയാണെങ്കിൽ ഈ ഭാഗത്തെല്ലാം നീലമഷി പറ്റിപ്പിടിച്ചിരിക്കും. അതുകൂടാതെ ഈ ചോക്കിൻ്റെ ഈ അകത്തോട്ടും നീലമഷി കയറിയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ. അത് ഇതാണ്, അബ്സോർബ് ചെയ്യാണ്. മഷിയെ ചോക്ക് അബ്സോർബ് ചെയ്തു. ഇനി വേറെ ഒരു പോസിബിലിറ്റി ഇതാണ്, നിങ്ങൾക്ക് പലപ്പോഴും പരിചയമുള്ളതാണ്, നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിയാൽ, TV-യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ ആ വരുന്ന കവറിൻ്റെ അകത്ത് ഒരു ചെറിയ പാക്കറ്റ് ഒരു 2-3 എണ്ണം ഇട്ടേക്കും. കാരണം അത് സിലിക്കാ ജെൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്, സിലിക്കാ ജെൽ. ആ സിലിക്കാ ജെൽ അതിനകത്ത് ഇടുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഇത് ചിലപ്പോൾ മാസങ്ങളോളം ഇരിക്കും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലാണെങ്കിൽ ജൂൺ ജൂലൈ ഒക്കെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഈ പെട്ടിക്കകത്തും വാട്ടർ വേപ്പർ കയറി വരാം. അങ്ങനെ വാട്ടർ വേപ്പർ ഈ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ എന്തിൻ്റെയെങ്കിലും അകത്ത് കയറിയാൽ ചിലപ്പോൾ അത് ഷോർട്ട് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തിടുന്ന ഈ സിലിക്കാ ജെൽ, ഈ സാധനം വാട്ടർ വേപ്പറിനെ അഡ്സോർബ് ചെയ്യും. അതായത് ഇത് സിലിക്കാ ജെല്ലാണ് കരുതുക. ഈ ഗ്രീൻ ഇങ്കിന് കാണിച്ചിരിക്കുന്ന സാധനം സിലിക്കാ ജെല്ലാണ്. അതിനെ വാട്ടർ വേപ്പർ അതിനെ അഡ്സോർബ് ചെയ്തു. അപ്പോൾ വാട്ടർ വേപ്പർ ഇങ്ങനെ എവിടെ നോക്കി, സിലിക്കാ ജെല്ലിൻ്റെ സർഫസിലാണ്. വ്യത്യാസം കണ്ടോ? എന്നാൽ മഷിയെ നമ്മുടെ ചോക്ക് അബ്സോർബ് ചെയ്തപ്പം മഷി സർഫസിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അകത്തേക്കും കയറിപ്പോയി. പക്ഷെ സിലിക്കാ ജെല്ല് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്തപ്പം അത് സർഫസിൽ മാത്രമേ കാണുന്നുള്ളൂ, അകത്തേക്ക് കയറുന്നില്ല. അപ്പൊ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിന. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞ ഡെഫിനിഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദ പ്രസൻസ് ഓഫ് എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഓൺ ദ സർഫസ് റാദർ ദാൻ ദ ഇന്റീരിയർ. അകത്തുള്ളതിലും കൂടുതൽ പുറത്ത് കോൺസെൻട്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അബ്സോർപ്ഷൻ നടക്കുകയാണെങ്കിൽ അബ്സോർപ്ഷൻ നടക്കുകയാണെങ്കിൽ അകത്തും പുറത്തും ഒരുപോലെ കാണും. എന്നാൽ അഡ്സോർപ്ഷൻ നടക്കുകയാണെങ്കിൽ വീണ്ടും പറയുന്നത് അഡ്സോർപ്ഷൻ. രണ്ടും രണ്ടാണ്, പറയുമ്പോൾ ചിലപ്പോൾ ഒരുപോലെ തോന്നുമായിരിക്കും. അഡ്സോർപ്ഷൻ നടക്കുകയാണെങ്കിൽ അകത്ത് വളരെ കുറച്ചേ കാണുള്ളൂ, പക്ഷെ പുറത്തായിരിക്കും കൂടുതൽ. എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഓൺ ദ സർഫസ് റാദർ ദാൻ ദ ഇന്റീരിയർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്തിനാണ് സിലിക്കാ ജെല്ല് നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനകത്ത് ഉപയോഗിക്കുന്നത്. അത് വാട്ടർ വേപ്പറിനെ അഡ്സോർബ് ചെയ്ത് അതിൻ്റെ സർഫസിലാക്കി നിർത്തും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റിൻ്റെ അകത്തേക്ക് ഈ വാട്ടർ വേപ്പർ കടന്നു വരത്തില്ല, അതിന് ഷോർട്ട് ആകാനുള്ള സാധ്യത വളരെ കുറയും. അപ്പോൾ ഇതാണ് അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ അങ്ങനെ പറയുകയാണ്, അഡ്സോർപ്ഷൻ മീൻസ് ദ എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഓൺ ദ സർഫസ് rather than the interior. Absorption means there is uniform concentration of a substance on the interior and the exterior. അകത്തും പുറത്തും ഒരുപോലെ കോൺസെൻട്രേഷൻ വരുമ്പോഴാണ് അബ്സോർപ്ഷൻ ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് 2 ടേമാണ്, അഡ്സോർബന്റ്, അഡ്സോർബേറ്റ്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ സിലിക്കാ ജെല്ലാണ് അഡ്സോർബന്റ്, വാട്ടർ വേപ്പർ അഡ്സോർബേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, the substance which adsorbs is called adsorbent. സിലിക്കാ ജെല്ല്
വാട്ടർ വേപ്പറിനെ അഡ്സോർബ് ചെയ്യുന്നു. അപ്പൊ സിലിക്ക ജെല്ലാണ് അഡ്സോർബന്റ്. ഏതാണോ അഡ്സോർബ് ചെയ്യുന്നത് അതാണ് അഡ്സോർബന്റ്. ഇനി ഏതിനെയാണോ അഡ്സോർബ് ചെയ്യുന്നത് അതാണ് അഡ്സോർബേറ്റ്. വാട്ടർ വേപ്പറിനെയാണ് അഡ്സോർബ് ചെയ്യുന്നത്. അപ്പൊ വാട്ടർ വേപ്പർ അഡ്സോർബേറ്റ്. സിലിക്ക ജെല്ലാണ് അഡ്സോർബ് ചെയ്യുന്നത്. സിലിക്ക ജെൽ adsorbent. അപ്പോൾ ഇതാണ് definition. The substance which absorbs is called adsorbent. The substance which is being absorbed is called adsorbate. ഏതിനെ അഡ്സോർബ് ചെയ്യുന്നോ അത് അഡ്സോർബന്റും ഏത് അഡ്സോർബ് ചെയ്യുന്നോ അത് അഡ്സോർബന്റും ഏതിനെ അഡ്സോർബ് ചെയ്യുന്നോ അത് അഡ്സോർബേറ്റും. ഇതാണ് adsorbent, adsorbate എന്ന് പറയുന്നതിന്റെ definition. The substance which absorbs, silica gel absorbs water vapor. So silica gel is the adsorbent and water vapor is being absorbed by silica gel. So water vapor is adsorbate. അടുത്ത നമുക്കുള്ള ഒരു പോയിന്റ് ആണ് desorption. Desorption എന്ന് പറഞ്ഞാൽ ഈ സിലിക്ക ജെൽ വാട്ടർ വേപ്പറിനെ ഇങ്ങനെ അഡ്സോർബ് ചെയ്ത് നിർത്തിയേക്കുകയാണ്. എന്നാൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ അഡ്സോർബ് ചെയ്ത് നിൽക്കുന്ന വാട്ടർ വേപ്പർ സിലിക്ക ജെല്ലിൻ്റെ അകത്തുനിന്ന് തിരികെ അങ്ങ് പോകും. ആ തിരികെ പോകുന്ന പ്രോസസ് അഡ്സോർപ്ഷന്റെ ഓപ്പോസിറ്റ് പ്രോസസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസോർപ്ഷൻ. വാട്ടർ വേപ്പറിനെ സിലിക്ക ജെല്ലിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന പ്രോസസ് അഡ്സോർപ്ഷൻ. വാട്ടർ വേപ്പർ അതായത് അഡ്സോർബേറ്റ് അഡ്സോർബന്റിൽ നിന്നും തിരികെ പോകുന്ന പ്രോസസ് desorption. Okay, from desorption is the reverse of adsorption. ഇനി അടുത്ത നമ്മുടെ പോയിന്റ് ആണ് sorption. SORPTION. ചില കേസിൽ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരുപോലെ നടക്കും. ചില വളരെ റെയർ കേസാണ്. ചില കേസിലൊക്കെ അഡ്സോർബ് ചെയ്യുന്നത് കൂടെ തന്നെ അബ്സോർപ്ഷനും നടക്കും. സർഫസിലേക്ക് അഡ്സോർബ് ചെയ്ത് നിർത്തും, അകത്തേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ് സർഫസിലേക്ക് അഡ്സോർബ് ചെയ്ത് നിർത്തും, അകത്തേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പം അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരേ സമയത്ത് തന്നെ നടന്നു. അങ്ങനെ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരേ സമയത്ത് നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സോർപ്ഷൻ. ഇനി നമ്മുടെ അടുത്ത പോയിന്റ് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ അഡ്സോർപ്ഷൻ നടക്കുന്നത്? ഇപ്പൊ ഞാൻ അവിടെ ഇതൊരു ഡയഗ്രാം അതിന് വേണ്ടിയുള്ള ഡയഗ്രാമാണ്, ഒന്ന് ശ്രദ്ധിച്ചോളെ. ഇത് ഏതോ ഒരു സബ്സ്റ്റൻസ് ആണ്, അതായത് ഇതൊരു അഡ്സോർബന്റ് ആണ്. ഈ വരച്ചു വെച്ചിരിക്കുന്നത് സാധാരണ അഡ്സോർബന്റ് സിലിക്ക ജെൽ ആണ് കരുതിക്കും. ഇതൊരു അഡ്സോർബന്റ് ആണ്. ഈ അഡ്സോർബന്റ് ഇതൊക്കെ അകത്ത് കാണുന്ന മോളിക്യൂളുകൾ, ഈ 5 റെഡ് ഇങ്കിൽ കാണിച്ചിരിക്കുന്ന 5 ഇതിന്റെ അകത്തുള്ള മോളിക്യൂളാണ്. എന്നാൽ ഈ 3 ഞാൻ സർഫസിലുള്ള മോളിക്യൂളായിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നമ്മളത് ശ്രദ്ധിച്ചാൽ ഇതാണ് സർഫസ്, ഇതാണ് അഡ്സോർബന്റ് എന്ന് കരുതുക. ഈ പെന്നാണ് അഡ്സോർബന്റ്. അപ്പൊ ഇവിടെ കാണുന്ന മോളിക്യൂൾസ് ഒക്കെ ഇതിന്റെ സർഫസ് മോളിക്യൂൾസ് ആണ്. എന്നാൽ ഇതിന്റെ അകത്ത്, ഈ സാധനത്തിന്റെ അകത്തുള്ള മോളിക്യൂൾസ് ഇന്നർ മോളിക്യൂളാണ്. അപ്പൊ അങ്ങനെയുള്ള ഇന്നർ മോളിക്യൂള് ഇതൊരെണ്ണം നോക്കിക്കേ. ഈ ഇന്നർ മോളിക്യൂളിനെ ഇതിന് അട്രാക്ട് ചെയ്യാൻ പറ്റും, ഇതിനും അട്രാക്ട് ചെയ്യാൻ പറ്റും, ഇതും അട്രാക്ട് ചെയ്യും, ഇതും അട്രാക്ട് ചെയ്യും. അപ്പൊ ഒരു ഇന്നർ മോളിക്യൂളിനെ അതിന്റെ ചുറ്റുമുള്ള 4 സൈഡിലേക്കും അട്രാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്നർ മോളിക്യൂള്, അകത്തുള്ള മോളിക്യൂള് 4 സൈഡിലേക്കും ഈക്വൽ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മോളിക്യൂള് വളരെ സ്റ്റേബിൾ ആയിരിക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. എന്നാൽ ഈ ഒരു സർഫസിലുള്ള മോളിക്യൂളിനെ നോക്കി, അതിനെ താഴോട്ട് അകത്തുള്ള മോളിക്യൂൾ അട്രാക്ട് ചെയ്യും, സൈഡിലേക്ക് അങ്ങോട്ടുള്ള മോളിക്യൂൾ അട്രാക്ട് ചെയ്യും, ഇവിടേക്ക് ഈ സൈഡിലുള്ള മോളിക്യൂൾ അട്രാക്ട് ചെയ്യും. പക്ഷേ അതിന്റെ മേളിൽ ആരും അട്രാക്ട് ചെയ്യാനില്ല, സർഫസിലാണ്. അതിന്റെ മേളിൽ ആരും ഇല്ലാത്ത കാരണം ഈ സർഫസിലുള്ള മോളിക്യൂളിനെ ആരും അട്രാക്ട് ചെയ്യില്ല. അപ്പൊ അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്. ഇതിന് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല. ഇന്നർ മോളിക്യൂൾസ് എല്ലാം തന്നെ 4 സൈഡിലേക്കും ഈക്വൽ ആയിട്ട് അട്രാക്റ്റഡ് ആകുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല. പക്ഷെ സർഫസിലെ മോളിക്യൂളിന് 3 സൈഡിലേക്ക് അട്രാക്ഷൻ ഉള്ളൂ, അതിന് മുകളിലേക്ക് ആരും അട്രാക്ട് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ടെൻഡൻസി എന്തായിരിക്കണം? ആ അൺബാലൻസ്ഡ് ഫോഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് നിൽക്കുന്നത് എങ്ങോട്ടാണ്? മേളിലോട്ടാണ്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ മേളിലുള്ള ഏതെങ്കിലും മോളിക്യൂളിനെ ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ലാതാക്കാൻ വേണ്ടി ഹോൾഡ് ചെയ്ത് ഇതിന്റെ സർഫസിലേക്ക് നിർത്തുന്നു.
അപ്പോൾ ശ്രദ്ധിച്ചേ, ഇത് നമ്മുടെ അഡ്സോർബന്റ്. ഇതിന്റെ ഇന്നർ സൈഡിലുള്ള മോളിക്യൂൾസ് എല്ലാത്തിനും ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. എല്ലാ സൈഡിലേക്കും ഈക്വൽ അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ സർഫസിൽ വരുമ്പോഴേക്കും അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്. മേളിലോട്ട് അട്രാക്ട് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ സാധനം, അതായത് നമ്മുടെ അഡ്സോർബന്റ് ഏതെങ്കിലും ഒരു അഡ്സോർബേറ്റിനെ ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടി അട്രാക്ട് ചെയ്ത് അതിന്റെ സർഫസിലേക്ക് നിർത്തും. അപ്പം അഡ്സോർബന്റിന്റെ സർഫസിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് അതിന്റെ സർഫസിലേക്ക് മറ്റു മോളിക്യൂൾസിനെ അത് അട്രാക്ട് ചെയ്ത് നിർത്തും. സോ there is excess concentration of molecules on the surface rather than the interior. നമ്മുടെ അടുത്ത പോയിന്റ് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. നമുക്ക് രണ്ട് ടൈപ്പ് അഡ്സോർപ്ഷൻ ഉണ്ട്, ഫിസിസോർപ്ഷനും കെമിസോർപ്ഷനും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു നമുക്കൊരു അഡ്സോർബന്റ് ഉണ്ട്, അഡ്സോർബേറ്റ് ഉണ്ട്. അപ്പൊ ഈ അഡ്സോർബേറ്റിനെ അട്രാക്ട് ചെയ്ത് നിർത്തുക. ആ അട്രാക്റ്റീവ് ഫോഴ്സ് രണ്ട് ടൈപ്പാണ്. ചിലപ്പോൾ അതൊരു വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ആകാം. അങ്ങനെ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ആണെങ്കിൽ ആ അഡ്സോർപ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിസോർപ്ഷൻ എന്ന് പറയും. ഇനി ചിലപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് അഡ്സോർബന്റും അഡ്സോർബേറ്റുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഒരു കെമിക്കൽ ഫോഴ്സ് ആയിരിക്കാം, സ്ട്രോങ് കെമിക്കൽ ഫോഴ്സ് ആയിരിക്കാം. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കെമിസോർപ്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ. അപ്പൊ അങ്ങനെ രണ്ട് ടൈപ്പ് അഡ്സോർപ്ഷൻസ് ഉണ്ട്, ഫിസിസോർപ്ഷനും കെമിസോർപ്ഷനും. അത് ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫിസിസോർപ്ഷനോ കെമിസോർപ്ഷനോ എന്നുള്ള രണ്ട് പേര് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ അതിന്റെ ഡിഫറൻസിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. ഫിസിസോർപ്ഷൻ മീൻസ് there is a weak van der Waals force of attraction between the adsorbent and the adsorbate. But in chemisorption, there is a strong chemical bond, which may be ionic or covalent bond between the adsorbent and the adsorbate. ഇന്ന് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ആണ് പറയാനുള്ളത്, ഫിസിസോർപ്ഷന്റെയും കെമിസോർപ്ഷന്റെയും ഡിഫറൻസ്. ഒന്നാമത്തെ നമ്മളിപ്പം പറഞ്ഞത് തന്നെയാണ്, ഫിസിസോർപ്ഷൻ എന്ന് പറയുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ് അതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ കെമിസോർപ്ഷന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് അത് കെമിക്കൽ ബോണ്ട് ആണ്, അത് അയോണിക് ബോണ്ടോ കോവാലന്റ് ബോണ്ടോ ഏതെങ്കിലും ആയിരിക്കാം. രണ്ടാമത്തെ പോയിന്റ്, ഫിസിസോർപ്ഷൻ ഒരു സ്പെസിഫിക് അല്ല. അതായത് ഏത് ഇപ്പം മീത്തൈൻ എന്ന് പറയുന്ന ഗ്യാസ് വേണമെങ്കിൽ അഡ്സോർബ് ചെയ്യാം, ചാർക്കോൾ അല്ല. വേണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അഡ്സോർബ് ചെയ്യാം, വേണമെങ്കിൽ HCl അഡ്സോർബ് ചെയ്യാം. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന ഗ്യാസ് മാത്രമേ അഡ്സോർബ് ചെയ്യൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഒന്നും അവിടെ ഇല്ല. പക്ഷേ കെമിസോർപ്ഷന്റെ കേസിൽ ഇത് ഹൈലി സ്പെസിഫിക് ആണ്. ഏത് സാധനത്തിനെയും കെമിസോർപ്ഷൻ നടത്തി അഡ്സോർബന്റിനെ അഡ്സോർബ് ചെയ്യാൻ പറ്റുകയില്ല. ചില പ്രത്യേക സാധനങ്ങളെ മാത്രമേ കെമിസോർപ്ഷൻ വഴി അഡ്സോർബ് ചെയ്യത്തുള്ളൂ, എല്ലാത്തിനെയും അഡ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ഹൈലി സ്പെസിഫിക് എന്ന് പറയുന്നത്. ഇനി ഫിസിസോർപ്ഷൻ റിവേഴ്സിബിൾ ആണ്, തിരികെ പോരാ. നമ്മൾ ഡീസോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് പഠിച്ചായിരുന്നു. അപ്പൊ ഫിസിസോർപ്ഷന്റെ കേസിൽ ഡീസോർപ്ഷൻ വളരെ എളുപ്പമാണ്, എന്നാൽ കെമിസോർപ്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. ഒരിക്കൽ HCl ഗ്യാസ് കെമിസോർപ്ഷൻ വഴി ചാർക്കോളിൽ അഡ്സോർബ് ചെയ്താൽ അത് തിരികെ ഡിസോർബ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുകയില്ല. കാരണം അത് ഒരു സ്ട്രോങ് ഫോഴ്സ് ആണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. ഇതിനെ നമ്മൾ പറയുന്നത് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ the amount of energy released during adsorption when 1 mole of the gas is absorbed by the adsorbent. അത് 20 to 40 kilojoule per mole നമ്മുടെ ഫിസിസോർപ്ഷൻ ഉള്ളൂ. എന്നാൽ കെമിസോർപ്ഷൻ അങ്ങനെയല്ല, അത് വളരെ ഹൈ ആണ്, 80 to 240 kilojoule per mole ആണ്. ഇത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റിവേഴ്സിബിൾ ആകുന്നതിന്റെ കാരണം അവിടുത്തെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ വളരെ കുറവാണ്, 20 to 40 kilojoule per mole, വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും എനർജി കിട്ടിയാൽ ഈ അഡ്സോർബ് ചെയ്ത സാധനത്തിന് ഡീസോർബ് ചെയ്ത് പോകാൻ എളുപ്പമുണ്ട്. എന്നാൽ കെമിസോർപ്ഷന്റെ കേസിൽ അത് ഒരു സ്ട്രോങ് ബോണ്ടാണ്, അത് കോവാലന്റോ അയോണിക്കോ ആയിരിക്കും. അതിന്റെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷന്റെ വാല്യൂ 80 മുതൽ 240 വരെയാണ്, വളരെ ഹൈ വാല്യൂ ആണ്. അത്ര എനർജി കിട്ടിയെങ്കിൽ അത് ഡീസോർബ് ചെയ്യത്തുള്ളൂ. അത്ര എനർജി പ്രാക്ടിക്കലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന്റെ ഡീസോർപ്ഷൻ നടക്കുകയില്ല എന്ന് വെച്ചാൽ ഇറിവേഴ്സിബിൾ ആണ്. അടുത്ത പോയിന്റ്, ഫിസിസോർപ്ഷൻ എന്ന് പറയുന്നത് ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മൾ അതിങ്ങനെയാണ് പറയുന്നത്, ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ്
will be absorbed to the greater extent than non easily liquefiable gas. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം HCl, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ ഇതൊക്കെ പെട്ടെന്ന് ലിക്വിഡ് ആകുന്ന ഗ്യാസാണ്. അപ്പം പെട്ടെന്ന് ലിക്വിഡ് ആകുന്ന ഗ്യാസിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. എന്നാൽ നൈട്രജനോ ഹൈഡ്രജനോ ഓക്സിജനോ ഒക്കെ അത്ര പെട്ടെന്ന് ലിക്വിഡ് ആവുന്ന ഗ്യാസ് അല്ല, അതിനെ അത്ര പെട്ടെന്ന് അബ്സോർബ് ചെയ്യത്തില്ല. അത് വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. അപ്പം ഈസിലി ലിക്വിഫൈഡ് ഗ്യാസസ് അബ്സോർബ് ടു ദ ഗ്രേറ്റർ എക്സ്റ്റെന്റ്. അപ്പം ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കെമിസോർപ്ഷന്റെ കേസിൽ അങ്ങനെ തന്നെയാണ്, ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അത് ഫിസിസോർപ്ഷന്റെ കേസിൽ പറഞ്ഞ പോലല്ല. നമ്മുടെ അബ്സോർബന്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ആണെങ്കിൽ ആ ഗ്യാസ് കുറേയേറെ അബ്സോർബ് ചെയ്യും. ഇപ്പൊ HCl എന്ന് പറയുന്ന ഗ്യാസ് അതിന് അബ്സോർബന്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ അബ്സോർബ് ചെയ്യും. ഇനി HCl റിയാക്ട് ചെയ്യുന്നില്ലെങ്കിലോ അത് വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്തുള്ളൂ. അപ്പം രണ്ട് കേസിലും അബ്സോർബന്റ് ഗ്യാസിന്റെ നേച്ചറിനെ അനുസരിച്ച് കൂടുതൽ അബ്സോർബ് ചെയ്യുകയോ കുറച്ച് അബ്സോർബ് ചെയ്യുകയോ ചെയ്യാം. ഫിസിസോർപ്ഷന്റെ കേസിൽ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ആണെങ്കിൽ വളരെ കൂടുതൽ അബ്സോർബ് ചെയ്യും. ലെസ് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. എന്നാൽ കെമിസോർപ്ഷന്റെ കേസിൽ അങ്ങനെയല്ല. റിയാക്ട് ചെയ്യുന്ന ഗ്യാസ് ആണെങ്കിൽ, അബ്സോർബന്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഗ്യാസ് ആണെങ്കിൽ വളരെ കൂടുതൽ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. നമ്മുടെ അടുത്ത പോയിന്റ്, ഫിസിസോർപ്ഷൻ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിലാണ് നടക്കാൻ സാധ്യത കൂടുതൽ. എന്നാൽ കെമിസോർപ്ഷൻ അങ്ങനെയല്ല, അതിന് ഹൈ ടെമ്പറേച്ചറാണ് വേണ്ടത്. ഇനി അടുത്ത പോയിന്റ് ഒരു എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറയുന്ന പോയിന്റാണ്. അത് നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, ജസ്റ്റ് ആ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഫിസിസോർപ്ഷന് വെരി ലോ എനർജി ഓഫ് ആക്ടിവേഷൻ മതി, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇവിടെ എനർജി ഓഫ് ആക്ടിവേഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ കെമിസോർപ്ഷൻ കേസിൽ അങ്ങനെയല്ല, അതിനൊരു ഹൈ ആക്ടിവേഷൻ എനർജി വേണം. ഇനി ലാസ്റ്റ് പോയിന്റ്, ഫിസിസോർപ്ഷൻ മൾട്ടി മോളിക്കുലാർ ലെയർ ഫോർമേഷൻ നടക്കുന്നതാണ്. എന്നാൽ കെമിസോർപ്ഷൻ അങ്ങനെയല്ല, അത് മോണോ മോളിക്കുലാർ ലെയർ ഫോർമേഷൻ നടക്കുന്നതാണ്. അതായത് ഫിസിസോർപ്ഷന്റെ കേസിൽ ഇത് അഡ്സോർബന്റ്, ഇത് അഡ്സോർബേറ്റ്. അപ്പൊ ഈ അഡ്സോർബേറ്റിന്റെ ഒരു ലെയർ ആണ് ഇപ്പം അഡ്സോർബ് ചെയ്ത് നിൽക്കുന്നതെന്ന് കരുതാം. അപ്പൊ ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതായത് അഡ്സോർബന്റും അഡ്സോർബേറ്റുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഒരു വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ആണ്. ഇതേ വാൻഡർവാൾസ് ഫോഴ്സ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഈ ഫസ്റ്റ് ലെയർ ഓഫ് അഡ്സോർബേറ്റിന് ഒരു സെക്കൻഡ് ലെയർ ഓഫ് അഡ്സോർബേറ്റിനെ വേണമെങ്കിൽ അഡ്സോർബ് ചെയ്ത് നിർത്താം. ഇപ്പൊ അത് രണ്ട് ലെയറായി. വീണ്ടും ഈ സെക്കൻഡ് ലെയറിന് ഒരു തേർഡ് ലെയർ ഓഫ് അഡ്സോർബേറ്റിനെ സെയിം വാൻഡർവാൾസ് ഫോഴ്സ് ഉപയോഗിച്ച് അഡ്സോർബ് ചെയ്യും. അങ്ങനെ പല ലെയർ ആയിട്ട് നമ്മുടെ അഡ്സോർബേറ്റിനെ ഇങ്ങനെ അഡ്സോർബ് ചെയ്ത് നിർത്താം. എന്നാൽ കെമിസോർപ്ഷന്റെ കേസിൽ അങ്ങനെയല്ല, ഇത് അഡ്സോർബന്റ്, ഇത് അഡ്സോർബേറ്റ്. ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ആയിരിക്കാം. ഇനി അടുത്ത ഒരു സെക്കൻഡ് ലെയർ ഓഫ് അഡ്സോർബേറ്റിനെ അഡ്സോർബ് ചെയ്യണമെങ്കിൽ ഇത് തമ്മിൽ വാൻഡർവാൾസ് ഫോഴ്സേ പോസിബിൾ ആകത്തുള്ളൂ, കെമിക്കൽ ഫോഴ്സ് പോസിബിൾ ആകത്തില്ല. ഇതുകൊണ്ട് തന്നെ രണ്ട് ലെയർ ഫോം ചെയ്യാൻ ഒരിക്കലും കെമിസോർപ്ഷന് പറ്റില്ല, ഒറ്റ ലെയറെ ഫോം ചെയ്യത്തുള്ളൂ. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, ഈ അഡ്സോർബന്റും അഡ്സോർബേറ്റുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കോവാലന്റ് ബോണ്ടോ അയോണിക് ബോണ്ടോ ആണ്. അതേ ബോണ്ട് തന്നെ വേണം ഈ ഫസ്റ്റ് ലെയർ ഓഫ് അഡ്സോർബേറ്റും സെക്കൻഡ് ലെയർ ഓഫ് അഡ്സോർബേറ്റുമായിട്ട് ഉണ്ടാകാൻ. അതൊരിക്കലും ഉണ്ടാകില്ല, അത് വാൻഡർവാൾസ് ഫോഴ്സ് കാണില്ല. അതുകൊണ്ട് ഒരിക്കലും കെമിക്കൽ അഡ്സോർപ്ഷനിൽ, കെമിസോർപ്ഷനിൽ ഒരു മൾട്ടി മോളിക്കുലാർ ലെയർ ഫോം ചെയ്യത്തില്ല, അത് മോണോ മോളിക്കുലാർ ലെയർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടുത്ത പോയിന്റ് അഡ്സോർപ്ഷൻ ഐസോതേം എന്നുള്ളതാണ്. ഐസോതേം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രാഫ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുമ്പോഴാണ് ആ ഗ്രാഫിനെ ഐസോതേം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പോയിന്റ് ഇതാണ്, വേരിയേഷൻ ഓഫ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഇതാണ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് പ്രഷർ. അപ്പൊ ഇവിടുത്തെ വേരിയബിൾസ് പ്രഷറും എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനുമാണ്. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് x/m എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിലെ x എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ്. ഇപ്പൊ ഒരു 10 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അഡ്സോർബ് ചെയ്യുന്നത് കരുതുക. അപ്പൊ അഡ്സോർബ് ചെയ്ത ഗ്യാസിന്റെ എമൗണ്ട് 10 ഗ്രാം ആണ്. അതാണ് x ആയിട്ട് എടുക്കേണ്ടത്. m എന്ന് പറയുന്നത് മാസ് ഓഫ് അഡ്സോർബന്റ്. സിലിക്ക ജെല്ലാണ് അഡ്സോർബ് ചെയ്തത് കരുതുക. സിലിക്ക ജെല്ല് ഒരു 50 ഗ്രാം ഉണ്ട്. അപ്പൊ 50 ഗ്രാം സിലിക്ക ജെല്ല്, അപ്പൊ m എന്ന് പറയുന്നത് 50 ഗ്രാം ആയിരിക്കും. അതായത് 10 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അഡ്സോർബ് ചെയ്തെങ്കിൽ x എന്ന് പറഞ്ഞാൽ 10 ഗ്രാം ആയിരിക്കും. 10/50 അതായിരിക്കും
എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ. എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പ്രഷർ എക്സ് ആക്സിസിലുമായിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഐസോതെർം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഒരു ഐസോതെർം ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതെർം എന്നാണ് അതിന്റെ പേര്. ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതെർം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്: x/m = k × p raised to 1/n. n ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. 1/n ന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും 0 ആകാം, അല്ലെങ്കിൽ 1 ആകാം, അതല്ലെങ്കിൽ 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഈ 1/n ആകാം. അപ്പോൾ നമ്മുടെ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിപ്പോൾ 3 ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. 195 കെൽവിനിൽ ഒരു ഗ്രാഫ് വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രഷർ കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഗ്രാഫിലായിട്ട് വരച്ചിരിക്കുന്നത്. ഈ 244 കെൽവിൻ അങ്ങനെ ഒരു ഡിഫറെന്റ് കെൽവിനിൽ നമ്മൾ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറുമായിട്ട് ഗ്രാഫ് വരയ്ക്കുന്നു. വീണ്ടും ഒരു 273 കെൽവിൻ വേറെ ഒരു ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറുമായിട്ട് ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആസ് പ്രഷർ ഇൻക്രീസസ് extent of absorption increases. 3 ഗ്രാഫിന്റെ നേച്ചർ അതാണ്. പ്രഷർ കൂടുന്നതനുസരിച്ച് നോക്കി extent of absorption കൂടി വരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും as pressure increases extent of absorption increases. ഇനി ആ ഗ്രാഫിനെ നമ്മൾ നോക്കിയാൽ അതിന് 3 ഡിഫറെന്റ് റീജിയൻസ് ഉണ്ട് ആ ഗ്രാഫിനെ. അതിനെ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് 0 OA എന്ന് പറയുന്ന ഒരു പാർട്ട്, അതുപോലെ AB എന്ന് പറയുന്ന വേറൊരു പാർട്ട്, പിന്നെ ബി മുതൽ അങ്ങോട്ടുള്ള പാർട്ട്. അത് ഞാനിപ്പോൾ ഈ ഒരു ഗ്രാഫ് വെച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഇതിനും എല്ലാത്തിനും ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഈ OA എന്ന് പറയുന്ന പാർട്ട് നമ്മൾ നോക്കിയാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്നാൽ A to B എന്ന് പറയുന്ന പാർട്ട് നോക്കിയാൽ അതൊരു കർവ് ആണ്. ഇനി ബി മുതൽ അങ്ങോട്ട് നോക്കിയാൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇങ്ങനെ 3 ഡിഫറെന്റ് നേച്ചർ നമ്മുടെ ഈ ഗ്രാഫ് കാണിക്കുന്നുണ്ട്. OA വരെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിൽക്കുന്നു. A to B വരെ അതൊരു കർവ് ആണ്. B മുതൽ അങ്ങോട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ഇനി നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു 1/n ന്റെ വാല്യൂ 0 മുതൽ 1 വരെ ആകാം, അതിന്റെ ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. നമ്മൾ 1/n ന്റെ വാല്യൂ 1 ആണെന്ന് എടുക്കുക. ഇതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ ആണ് 1. അപ്പൊ ഈ 1/n ന്റെ വാല്യൂ 1 ആണെന്ന് എടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷന്റെ അകത്ത് ഇതാണ് ഫ്രണ്ട്ലിഷ് അഡ്സോർപ്ഷൻ ഐസോതെർമൽ ഇക്വേഷൻ. ഇതിനകത്ത് 1/n = 1 എന്ന് കൊടുത്തു. അപ്പൊ p⁻1 എന്ന് വരും. p⁻1 എന്ന് പറഞ്ഞാൽ p എന്ന് തന്നെയാണ്. അതായത് x/m = kp എന്നാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. x/m = kp പ്ലസ് 0 എന്ന് വെറുതെ കൊടുത്തേക്കുക. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യം നോക്കണ്ട. പ്ലസ് 0 എന്നുള്ളത് വെറുതെ ഒന്ന് കൊടുത്തേക്കുക. x/m = kp. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഇത്. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y = mx + c. അപ്പം അങ്ങനെ y = mx + c എന്ന് വരികയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇത് അങ്ങനെ തന്നെയാണ്. y ആക്സിസിൽ നമ്മൾ x/m ആണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ mx x ആക്സിസിൽ കൊടുത്തേക്കുന്ന പ്രഷർ ആണ്. പ്ലസ് c എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അതാണ് ഞാൻ പ്ലസ് 0 എന്ന് ഇടാൻ കാരണം എന്താണ്? ഈ ഇക്വേഷന്റെ ഫോമിലേക്ക് ഇതിനെ വരുത്താൻ വേണ്ടിയാണ് y = mx + c എന്നുള്ള ഫോമിൽ പ്ലസ് 0 എന്ന് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ഈ y = mx + c എന്നുള്ള ആ ഇക്വേഷനിൽ ഈ c എന്ന് പറയുന്നതിന് y ഇന്റർസെപ്റ്റ് എന്നാണ് പറയുന്നത്. അത് y ആക്സിസിൽ വന്ന് ഈ ഗ്രാഫ് കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ c എന്ന് പറയുന്നത്. അപ്പൊ ഈ c യുടെ വാല്യൂ ഇവിടെ 0 ആണ്. നിങ്ങൾ നോക്കി ഈ OA എന്ന് പറയുന്ന പാർട്ടിനെയാണ് ഇത് ഈ 1/n ന്റെ വാല്യൂ 1 ആകുമ്പോൾ ആ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഇക്വേഷനിൽ 1/n ന്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുമ്പോൾ ഈ OA എന്ന് പറയുന്ന ലോ പ്രഷർ റീജിയനെയാണ് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇവിടെ നോക്കി ഇത് ലോ പ്രഷർ റീജിയൻ ആണ്. ഈ ഭാഗം A to B എന്ന് പറയുന്ന ഭാഗം ഒരു ഇന്റർമീഡിയറ്റ് പ്രഷർ ആണ്. എന്നാൽ B മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന് ഞാൻ പറഞ്ഞ 3 നേച്ചർ ഗ്രാഫിലുണ്ട്. OA എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അത് ലോ പ്രഷർ റീജിയൻ ആണ്. AB എന്ന് പറയുന്നത് ഒരു കർവ് ആണ്, അത് ഇന്റർമീഡിയറ്റ് പ്രഷർ റീജിയൻ ആണ്. B മുതൽ അങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അത് ഹൈ പ്രഷർ റീജിയൻ ആണ്. അപ്പം 1/n 1 ആവുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ x/m = kp + 0 എന്ന് വരും. അതായത് y = mx + c എന്ന് വരും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്.
അതിന്റെ y ഇന്റർസെപ്റ്റ് 0 ആവുകയും വേണം. അതായത് OA എന്ന് പറയുന്ന റീജിയനെയാണ് ഇപ്പോൾ ആ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. y ആക്സിസിൽ ഈ ഗ്രാഫ് കട്ട് ചെയ്ത പോയിന്റ് നോക്കി 0-യിലല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ OA എന്ന് പറയുന്ന ലോ പ്രഷർ റീജിയനിൽ നമ്മുടെ 1/n ന്റെ വാല്യൂ 1 ആയിരിക്കും. ഇനി നമുക്ക് 1/n ന്റെ അടുത്ത പോസിബിലിറ്റി 0 ആണ്. നമ്മൾ അങ്ങനെയൊന്ന് അസ്യൂം ചെയ്യണം. 1/n ന്റെ വാല്യൂ 0 ആണ്. ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1/n ന്റെ വാല്യൂ 0 ആണ്. അപ്പം x/m = k × p raised to 0 എന്ന് വരും. അതായത് p raised to 0 ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ പവർ 0 ആയിട്ട് വരികയാണെങ്കിൽ p raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് x/m = k എന്ന് വരും. അല്ല, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് x/m എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ x/m ന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അത് ഈ ഗ്രാഫിൽ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഈ ഭാഗത്താണ്, b മുതലുള്ള ഭാഗത്താണ്. പ്രഷർ നമ്മൾ എത്ര കൂട്ടിയിട്ടും നോക്കിയേ x/m ന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അതായത് ഹൈ പ്രഷർ റീജിയനിലായിരിക്കും 1/n ന്റെ വാല്യൂ 0 ആവുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഈ ഫ്രണ്ട്ലിഷ് അബ്സോർപ്ഷൻ ഐസോതെർമൽ നമുക്ക് 3 റീജിയൻസ് ഉണ്ട്. ലോ പ്രഷർ റീജിയനിൽ 1/n ന്റെ വാല്യൂ 1 ആയിരിക്കും. ഹൈ പ്രഷർ റീജിയനിൽ 1/n ന്റെ വാല്യൂ 0 ആയിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു 1/n ന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ വേണമെങ്കിൽ ആകാം. അത് ഈ ഇന്റർമീഡിയറ്റ് പ്രഷറിലായിരിക്കും 1/n ന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ആകാം. ചിലപ്പോൾ 0.2 ആയിരിക്കാം, ചിലപ്പോൾ അത് 0.5 ആയിരിക്കാം. അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതാണ് ഫ്രണ്ട്ലിഷ് അബ്സോർപ്ഷൻ ഐസോതെർമൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ തരുന്നതെങ്കിലും അതിന് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ലോ പ്രഷറിൽ ഫ്രണ്ട്ലിഷ് ഇക്വേഷൻ x/m = kp എന്നായിട്ട് മാറും. ഹൈ പ്രഷറിൽ x/m = k എന്നായിട്ട് മാറും. ഇന്റർമീഡിയറ്റ് പ്രഷറിലാണ് x/m = k × p raised to 1/n എന്ന് പറയുന്ന ഒരു വാല്യൂ അതിന് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇതിന്റെ ലോഗരിതമിക് ഇക്വേഷനും അതിന്റെ ലോഗരിതമിക് പ്ലോട്ടുമാണ്. ലോഗരിതമിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ലോഗരിതം എടുത്താൽ മതി. ഇതിന്റെ ലോഗരിതം എടുക്കുമ്പോൾ log x/m = ഇതൊരു പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റിന്റെ ലോഗരിതം എടുക്കുമ്പോൾ അത് ആഡ് ചെയ്ത് വേണം. log k plus 1/n × log p എന്ന് വരും. ഇതാണ് ഈ ഇക്വേഷന്റെ ലോഗരിതമിക് പ്ലോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഗരിതമിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. log x/m = log k plus 1/n × log p. ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയ y = mx + c എന്ന് പറയുന്ന പോലെയാണ്. ഇതിൽ ഓരോന്നിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. y എന്ന് പറയുന്നത് log x/m ആണ്, m എന്ന് പറയുന്നത് 1/n ആണ്, x എന്ന് പറയുന്നത് log p ആണ്, c എന്ന് പറയുന്നത് log k ആണ്. അപ്പോൾ നമ്മൾ y ആക്സിസിൽ log x/m ഉം x ആക്സിസിൽ log p യുമായിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം. ഇവിടെ ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ y ഇന്റർസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് y ആക്സിസിൽ വന്ന് കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതായത് y ആക്സിസിൽ ഈ ഗ്രാഫ് വന്ന് കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ആ y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ c ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ c log k ആയിരിക്കും. അതായത് c എന്ന് പറയുന്നതിന്റെ വാല്യൂ log k ആയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ log k ആയിരിക്കും. ഇനി 1/n എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്, സ്ലോപ്പ് ആണ്. m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷന്റെ സ്ലോപ്പ് ആണ് m എന്ന് പറയുന്നത്. അപ്പോൾ 1/n ആണ് നമ്മുടെ സ്ലോപ്പ്. ഇത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് tan θ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, സ്ലോപ്പ് = tan θ എന്ന് കൊടുക്കാം. ഇനി ആ θ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ x ആക്സിസിന് പാരലൽ ആയിട്ട് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, y ആക്സിസിന് പാരലൽ ആയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇതാണ് അപ്പോൾ θ. ഈ ആംഗിൾ മെഷർ ചെയ്യുക, അതിന്റെ tan θ എടുക്കുക, അതാണ് നമ്മുടെ സ്ലോപ്പ്, അല്ലെങ്കിൽ 1/n. നമുക്ക് നേരത്തെ കിട്ടേണ്ട 1/n ന്റെ വാല്യൂ ആണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രാഫിന്റെ അകത്ത് നമുക്ക് ഈ log k യുടെ വാല്യൂ കിട്ടും, പിന്നെ 1/n ന്റെ വാല്യൂ നമുക്ക് സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫ്രണ്ട്ലിഷ് അബ്സോർപ്ഷൻ ഐസോതെർം എന്ന് പറയുന്ന സാധനം.